ഈ റോഡുകളെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ആനക്കയത്തുനിന്ന് തിരൂർക്കാട് പോകുന്ന റോഡിൻ്റെ അവസ്ഥയാണത്. ഈ ഒരു ഭാഗത്ത് വരുന്ന ആളുകളുടെ അവസ്ഥ, ഈ റോഡിൽ കൂടെ ഡെയിലി യാത്ര ചെയ്യുന്നവരുടെ അവസ്ഥ പറയാണ്ടിരിക്കുകയാണ് നല്ലത്. വണ്ടി എത്ര ലക്ഷം രൂപയുടെ വണ്ടിയാണെങ്കിലും വണ്ടിക്കും പണിയായിട്ടുണ്ടാവും, മനുഷ്യൻ്റെ ശരീരത്തിനും പണിയായിട്ടുണ്ടാവും. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഇതിൽ കൂടെ യാത്ര ചെയ്യുന്നത്. ഒരു രോഗീനെ കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു ഗർഭിണികളെ കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു വയസ്സായവരെ കൊണ്ടുപോകാൻ പറ്റില്ല. വേറെ ഒന്നുമല്ല, ഒടിഞ്ഞോ മുറിഞ്ഞോ ഇരിക്കുന്നവനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കൈയും കാലും ഒന്നും കൂടെ മുറിഞ്ഞ് അത് ഒന്നും കൂടെ പ്ലാസ്റ്റർ ഇടേണ്ടി വരും. ഗർഭിണികളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ മാസം തികയാതെ പ്രസവിക്കേണ്ടി വരും. ഈ റോഡിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. വയസ്സായ ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ശാരീരികമായിട്ടുള്ള വേദനകളോ പെയിനോ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ അവസ്ഥ വളരെ മോശമാണ് ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ. ഇത് പോരാത്തതിന് ഇവർ കണ്ണടച്ച് ഇരുട്ടാക്കുക എന്നറിയില്ല എന്നുള്ള അവസ്ഥയാണ്. ഇവർ പൊട്ടന്മാരാണോ ബാക്കിയുള്ളവരെ പൊട്ടന്മാരാക്കണമെന്ന് അറിയാൻ പറ്റില്ല. മഴ ഒന്ന് തോരുമ്പോഴുള്ള കോറി വേസ്റ്റ് ഇടുന്ന ഇവർക്ക് ഇത്രയും കിട്ടണമെന്നാവോ, ആരെങ്കിലും വെറുതെ കൊടുക്കുന്നുണ്ടോന്നാവോ. കോറി വേസ്റ്റ് എല്ലാം കൂടെ കൊടുന്നങ്ങ് തട്ടും ഈ കുഴിയിൽ. പോരാത്തതിന് അത് വലിയൊരു മഴ പെയ്യുമ്പോൾ അതെല്ലാം ഒലിച്ചങ്ങ് പോകും. ഇവർ പൊട്ടന്മാരാണോ എന്താണെന്ന് അറിയാൻ വയ്യ. പിന്നെ ഇതുപോലെ തന്നെയാണ് വേനൽ സമയമാകുമ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ കോറി വേസ്റ്റ് കൊടുത്തിട്ട് അത് കുഴിയെല്ലാം അടച്ചിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ടാർ ചെയ്യും. ഒരു മഴ പെയ്യുമ്പോൾ വീണ്ടും അതിൽ മഴത്തുള്ളി വീണും അല്ലെങ്കിൽ വണ്ടികളുടെ വെയിറ്റ് താങ്ങാതെ എവിടെയെങ്കിലും ഒരു ചെറിയ ഭാഗം ഇളകുമ്പോഴത്തിന് അത് പിന്നെ ബാക്കിയുള്ള എല്ലാം കൂടെ ഒലിച്ചു പോകും.